ഹായ് ഹലോ ഇന്നത്തെ വീഡിയോ എൻ്റെ അനിയത്തി അവളുടെ ഹസ്ബൻഡിൻ്റെ അടുത്തേക്ക് അങ്ങ് ദമാമിലോട്ട് പോകുന്നതിൻ്റെ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ. അവർക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഉണ്ണിയപ്പം ബീഫ് വരട്ടിയത് വേണം. അത് ഞാൻ ഉണ്ടാക്കാൻ നേരിട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നൈറ്റിൽ ഞാൻ ഉണ്ണിയപ്പത്തിനുള്ള മാവ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ശർക്കര ഒരുക്കിക്കൊണ്ടിരിക്കുന്നതാണ് കേട്ടോ. അതേപോലെ മാവിൻ്റെ ക്ലിപ്പ് എൻ്റെ അടുത്തുനിന്ന് മിസ്സായി പോയിട്ടുണ്ട്. ഇത് ബീഫ് വരട്ടാൻ വേണ്ടിയിട്ട് തലേന്ന് തന്നെ ഞാൻ വേവിച്ച് വെച്ചതാണ്. എന്നാൽ രാവിലെ എടുത്ത് പെട്ടെന്ന് വരട്ടിയെടുക്കാമല്ലോ. അങ്ങനെ വെളിച്ചെണ്ണ ചൂടായ ശേഷം അതിലേക്ക് കറിവേപ്പില, കുരുമുളക് പൊടി, ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റൊക്കെ ഇട്ട് നല്ലതുപോലെ വരട്ടിയെടുക്കുകയാണ് കേട്ടോ ഞാൻ. അങ്ങനെ മറ്റേ അടുപ്പിലായിട്ട് ഉണ്ണിയപ്പത്തിനുള്ള തേങ്ങാക്കൊത്ത് നെയ്യിൽ വറുത്തുകൊണ്ടിരിക്കുന്നതാണ്. ഇത് കണ്ടോ, ഷേപ്പ് ഇല്ലെങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഉണ്ണിയപ്പം തിന്നാൻ വേണ്ടിയിട്ട്. പിന്നെ ഉണ്ടല്ലോ, ഞാൻ നെയ്യപ്പം, ഉണ്ണിയപ്പം, കലത്തപ്പം ഇതൊന്നും ചില ടൈമിൽ ചുട്ടാൽ എത്ര ആയാലും ശരിയാവാറില്ല കേട്ടോ. ഇപ്രാവശ്യം എന്തോ അങ്ങനെ ഉണ്ണിയപ്പം അടിപൊളിയായിരുന്നു. പിന്നെ ഞാൻ അതൊക്കെ കൊണ്ട് എൻ്റെ സ്വന്തം വീട്ടിലേക്ക് വന്നപ്പോഴുള്ള കാഴ്ചയാണ് കേട്ടത്. അനിയത്തി കൊണ്ടുപോകാനുള്ള ഓരോ ഐറ്റംസും ഇവിടെ അങ്ങനെ കൂട്ടി വെച്ചേക്കാണ്. ഇനി അതൊക്കെ എടുത്ത് സെറ്റാക്കി ഈ ഒരു ബാഗിലോട്ട് കയറ്റി വിടണം കേട്ടോ. അങ്ങനെ ഞാൻ പോകുന്ന ആളെ തപ്പിത്തെരഞ്ഞ് നടന്നപ്പോഴാണ് അവളെ ഉള്ളിൻ്റെ തൊലി കളയുന്നതൊക്കെ കാണുന്നത് കേട്ടോ. അങ്ങനെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചതിന് ശേഷം ചിക്കൻ കുറുമ ഉണ്ടാക്കുന്നത് അത് റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ കറി, ബീഫ്, ചിക്കന് അതൊക്കെയാണ് കേട്ടോ നമ്മളിവിടെ ഉണ്ടാക്കുന്നത്. അതേപോലെ നെയ്ച്ചോറും ബാക്കിയൊക്കെ നമ്മൾ ഓർഡർ എടുത്തിട്ടുണ്ട്. അങ്ങനെ ചിക്കൻക്ക് മസാലയൊക്കെ തേച്ച് ഒരു ഭാഗത്ത് അത് മാറ്റി വെക്കാനുള്ള തയ്യാറെടുപ്പാണ് കേട്ടോ. അങ്ങനെ അതൊക്കെ തേച്ച് പിന്നെ ഉമ്മ ഉച്ചക്കൊക്കെ നല്ല മത്തിക്കറി ഉണ്ടാക്കുകയാണ് കേട്ടോ. ഞങ്ങൾക്ക് ചോറ് കഴിക്കാൻ പാർട്ടി വരുന്നത് വൈകുന്നേരമാണ്. അവൾ ഹസ്ബൻഡിൻ്റെ വീട്ടിലത്തോലും അവരൊക്കെ ഉണ്ട്. അങ്ങനെ ചിക്കൻ കുറുമ റെഡി ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞങ്ങൾ രാവിലെ തന്നെ പെട്ടെന്ന് ജോലികളൊക്കെ കഴിച്ചാൽ വേറെയുള്ള ഓൾക്ക് പാക്കിങ്ങും കാര്യമൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതിലേക്ക് പോകാമെന്ന് കരുതിയിട്ട് അങ്ങനെ ചിക്കന് വേവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് അടച്ച് വെച്ച് വേവിച്ചാണ്ടല്ലോ ചിക്കന് നല്ല സോഫ്റ്റ് ഉണ്ടാവും കേട്ടോ. അതിന് ശേഷം കിച്ചണത്തെ ജോലിയൊക്കെ കഴിഞ്ഞതിന് ശേഷം അവൾക്ക് പാക്കിങ് ചെയ്യാനും വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ ജോലി കഴിയാൻ കാത്തിക്കുകയായിരുന്നു കേട്ടോ അവൾ പാക്കിങ്ങിന് വേണ്ടിയിട്ട്. ഇതൊക്കെ അവളെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ നിന്ന് അവരെന്നെ പാക്ക് ചെയ്ത് അവളടുത്ത് കൊടുത്തു വിട്ടതായിരുന്നു. അങ്ങനെ ഞങ്ങൾക്ക് എങ്ങനെയെന്നൊന്നും പാക്ക് ചെയ്യാനും കാര്യങ്ങളൊന്നും അറിയില്ല കേട്ടോ. കാരണം ഫസ്റ്റ് ടൈമാണ് അവൾ പോകുന്നതും. ഞങ്ങളെ വീട്ടിൽ നിന്ന് കുറേ ആയി പിന്നെ പോയിട്ടൊക്കെ വല്യമ്മ കാച്ചിനോയി അങ്ങനത്തെ ആ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നിട്ടുള്ളൂ. അങ്ങനെ ഞങ്ങൾ കുറേ ചുരുട്ടി വെക്കും, പിന്നെ അതേപോലെ അങ്ങോട്ട് വെക്കും ഇങ്ങോട്ട് വെക്കും, അങ്ങനെയൊക്കെ സ്ഥലം അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇത് അവളെ ഇടയ്ക്കൊന്ന് തൂക്കി നോക്കാനും വേണ്ടിയിട്ട് കൊണ്ടുപോകും കേട്ടോ. കാരണം അവൾക്ക് ഈ ഒരു ലഗേജ് KG വരേണ്ടത് 30 kg ആണ്. അതേപോലെ ഹാൻഡ് ബാഗിൻ്റെ KG വരേണ്ടത് 7 kg ആയിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ അവൾ ഇടയ്ക്കിടയ്ക്ക് തൂക്കി നോക്കുന്നുണ്ട്, കൂടി പോവണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട്. ഇത് പിന്നെ ഉമ്മ സ്പോട്ടിൽ തന്നെ നെയ്യപ്പം ചുടാനും വേണ്ടിയിട്ട് മാവ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. കാരണം നമ്മൾ ഒക്കെ ഓർഡറല്ലേ കൊടുത്തത്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ആരെങ്കിലും വന്നാൽ അവർക്ക് എന്തെങ്കിലും കൊടുക്കണ്ടേന്ന് കരുതിയിട്ട് ചായക്ക്. ഇത് അനിയത്തി അവളുടെ മോൾക്ക് മീറ്റിംഗ് ഉണ്ട് കേട്ടോ. അവളപ്പോൾ ഈ ജോലിൻ്റെ അടിയിലൊക്കെ പെട്ടെന്ന് പോവാണ്. ഇത് പിന്നെ നമ്മൾ ഉണ്ടാക്കി കൊടുന്ന ഉണ്ണിയപ്പാണ്. അങ്ങനെ ഇത് നമ്മൾ അയൽവാസി താത്ത കൊണ്ട് കൊടുത്താണ് അവളെ ഹസ്ബൻഡിന് വേണ്ടിയിട്ട്. പിന്നെ ഉപ്പിലിട്ട മാങ്ങ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ അവളത് റാപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ റാപ്പ് ചെയ്തുകൊണ്ട് ഇതൊക്കെയാണ്. പിന്നെ അവൾ ഇറങ്ങുന്നത് 5 മണിക്കൊക്കെ ആയിരുന്നു കേട്ടോ. ഇത് അവളുടെ ഹാൻഡ് ബാഗാണ്. ഹാൻഡ് ബാഗിൽ കൊള്ളുന്നത്ര കൊള്ളട്ടെ എന്ന് പറഞ്ഞിട്ട് അവൾ ഓരോന്നിങ്ങനെ ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം അത് 7 kg പറ്റുമല്ലോ. അതുകൊണ്ട് തന്നെ അവൾ ഒരുവിധമൊക്കെ പിന്നെ ഈ ബാഗ് പുറത്തുനിന്ന് ഇങ്ങനെ കാണാനുള്ളതേ ഉള്ളൂ കേട്ടോ. ഉള്ളിൽ വലിയ സ്പേസും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ കൊള്ളുന്ന അത്രയും ഇതിൽ തന്നെ അവളിങ്ങനെ കുത്തി നിറച്ചുകൊണ്ടിരിക്കുകയാണ്. പാസ്പോർട്ട് ഇങ്ങനത്തെ ക്രീം ഐറ്റംസൊക്കെ ആയിട്ട്. അവൾ 5 മണിക്ക് ഇറങ്ങാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു വീട്ടിൽ നിന്ന്. അവൾക്ക് 8:45 ഫ്ലൈറ്റ് വന്നത്. പക്ഷേ പിന്നെ ഫ്ലൈറ്റ് ഡിലേ ആയി. അവൾക്ക് 10:45 അതുകൊണ്ട് തന്നെ 7 മണിക്കൊക്കെയാണ് കേട്ടോ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. ഇത് ഉമ്മാൻ്റെ നെയ്യപ്പം ചുടലായിരുന്നു കേട്ടോ. പക്ഷേ പാളിപ്പോയി. എന്നും ഉമ്മ ചുടുമ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ടാവുന്നുണ്ട്. അതുകൊണ്ട് ഇത് എത്ര പെട്ടെന്നായാലും എത്ര ആയിട്ടും ശരിയാവുന്നില്ല. പിന്നെ ഞങ്ങൾ 2 ചട്ടിയിലൊക്കെ വെച്ച് നോക്കിയിട്ടോ.
അങ്ങനെ ആയിട്ടൊന്നും ശരി അതങ്ങനെയാണല്ലോ. ചില സമയത്ത് നമ്മൾ പെട്ടെന്ന് ഉണ്ടാക്കുമ്പോൾ ഒരു നന്നാവാത്തതും അങ്ങനെയൊക്കെ ആയിട്ട് ഒരു ബേജാറായിരിക്കുമല്ലോ. അങ്ങനെ പിന്നെയും ചുട്ടുകൊണ്ടും ഇതാക്കിയൊണ്ടൊക്കെ നിന്നിരുന്നു കേട്ടോ. പക്ഷേ പിന്നത്തെ ലാസ്റ്റ് ആയപ്പോൾ അതങ്ങനെ ശരിയായി വന്നിട്ടോ. അപ്പോഴത്തേനും അങ്ങോട്ട് മാവ് കഴിഞ്ഞും ചെയ്തു. പിന്നെ ആ ഒരു സമയത്ത് ഉണ്ടാക്കാനും വയ്യല്ലോ. അങ്ങനെ കുറച്ച് അവർക്ക് കൊണ്ടു കൊടുക്കാനും എടുത്ത് വെച്ചു. പിന്നെ വരുന്നവർക്കും ഇതായിട്ടാണ്. പിന്നെ അതിന് ശേഷം ഞാൻ നെയ്ച്ചോറ് ഉണ്ടാക്കാൻ തുടങ്ങി. നമുക്ക് എന്താണ് ഓർഡർ കൊടുത്ത് ചിലപ്പം തികയില്ലോ എന്തോ അറിയില്ലല്ലോ. അങ്ങനെ പത്തിരി ഇത് വരുന്നവർക്ക് കൊടുക്കും വേണം, അതേപോലെ അവൾക്ക് കൊണ്ടുപോകാനും വേണം കേട്ടോ. പത്തിരി, നൂൽപുട്ട്, പൊറോട്ട, വെള്ളപ്പം, ചപ്പാത്തി അങ്ങനത്തെ ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അവൾക്കുള്ളത് വേറെ തന്നെ പാക്ക് ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം കൊണ്ടുവന്നതൊക്കെ ഇല്ലേ എന്നൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ. എന്താണ് എല്ലാം പിന്നെ നമുക്കില്ല എന്നുണ്ടെങ്കിൽ, കാരണം അവളെ വീട്ടുകാരൊക്കെ വരുമ്പോൾ നമുക്കൊരു അതിൻ്റേതായൊരു ബുദ്ധിമുട്ടുണ്ടാവില്ലേ. പിന്നെ ആരാ എന്തൊക്കെയാണെന്നൊന്നും അതും അറിയില്ലല്ലോ. അങ്ങനെ എന്താണ് പിന്നെ ഇവിടുത്തേത് നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അതിന് ശേഷം ഉസ്താദ് 5 മണിക്ക് വരാമെന്ന് പറഞ്ഞിരുന്നു. അവിടെ ദുആ തുടങ്ങിയിട്ടുണ്ട് ഉസ്താദ്. കാരണം 5 മണിക്കാണല്ലോ അവൾ ആദ്യം ഇറങ്ങാമെന്ന് പറഞ്ഞിരുന്നത്. പിന്നെ എന്താണ് മാറ്റി പറയാണ്ടെന്ന് കരുതിയിട്ട് ഉസ്താദ് വന്നോട്ടെ എന്ന് പറഞ്ഞ് അങ്ങനെ ഉസ്താദ് വന്ന് ഫുഡ് കഴിച്ച് പോയിട്ടോ. ഇത് പിന്നെ അനിയന് ഞങ്ങൾ സെറ്റ് ചെയ്തതിന് ശേഷം അവൻ്റെ രീതിക്ക് നല്ല ഉഷാറായി സെറ്റ് ചെയ്ത് തന്നിട്ട്, അതുകൊണ്ട് തന്നെ എല്ലാ ഐറ്റംസും കൊണ്ടും ചെയ്തിട്ടുണ്ട്. പിന്നെ അവളെ വീട്ടിൽ നിന്ന് വന്നപ്പോൾ എന്താണ് ഡ്രസ്സും കാര്യം ഹസ്ബൻഡിൻ്റെ ഡ്രസ്സും കാര്യമൊക്കെ കൊണ്ടുവന്നിരുന്നു. ഇത് പിന്നെ പ്രിൻ്റ് അവൾക്ക് പെട്ടിയിൽ ഒട്ടിക്കണോ ഒട്ടിക്കണ്ടേ എന്നൊക്കെ ഇങ്ങനെ ഒരു കൺഫ്യൂഷനിൽ ഇങ്ങനെ നിൽക്കുകയായിരുന്നു. എന്താണ് അവിടെ ഒട്ടിക്കണോ ഇവിടെ ഒട്ടിക്കണോ, അത് അവയിൽ ഒട്ടിപ്പോവോ, കാരണം പിന്നെ ബാഗ് അതിൻ്റേതായതല്ല. പിന്നെ അതിന് ശേഷം അവൾ ഇറങ്ങുന്ന വീഡിയോസും കാര്യമൊന്നും നമ്മൾ എടുത്തിട്ടില്ല കേട്ടോ. കാരണം ആ ഒരു മൊമെൻ്റ് ഭയങ്കര ബുദ്ധിമുട്ടല്ലേ. അങ്ങനെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഉണ്ടല്ലോ അനിയത്തിക്ക് നല്ല പേടിയുണ്ടായിരുന്നു, ടെൻഷനും കാര്യം. അവൾക്ക് വേറെ ഒന്നുമില്ല, അവൾക്ക് അവളെ അല്ല എന്താണ് ആ ഒരു പ്ലെയിനിൽ എങ്ങനെ പോവും, അത് പൊട്ടിത്തെറിക്കുമോ, ആ ഒരു ടെൻഷൻ ഭയങ്കരമായിരുന്നു. അപ്പോൾ ഞങ്ങളിങ്ങനെ സമാധാനിപ്പിക്കുന്നുണ്ട്, എന്താ ഇപ്പം എനിക്ക് അവിടെ ഹസ്ബൻഡ് ഉണ്ടല്ലോ, അതൊക്കെ അല്ലേ സന്തോഷം. അങ്ങനെ അതൊക്കെ ശരിയാണ്. പക്ഷേ എന്താണ് ആ ഒരു പ്ലെയിനിലുള്ള ഒരു യാത്ര ഉണ്ടല്ലോ അതൊന്ന് കഴിഞ്ഞ് കിട്ടണമെന്ന്. അങ്ങനെ എന്താണ് ഞങ്ങൾ അവിടെ എത്തി. പിന്നെ എയർപോർട്ടിലേക്കുള്ള റോഡ് തിരിയുമ്പോഴൊക്കെ അവളെ ഹൃദയം ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, പേടി കാരണം കേട്ടോ. പിന്നെ ഞങ്ങൾക്കും അവളെ വിട്ട് പിരിഞ്ഞാൽ ഭയങ്കര സങ്കടം ഉണ്ടായിരുന്നു. പക്ഷേ എന്താണ് പിന്നെ ഇപ്പോൾ അവൾ നല്ലൊരു അവളെ ഹസ്ബൻഡിൻ്റെ അടുത്ത് അതൊക്കെയല്ലേ അവരുടെ സന്തോഷം. അവരുടെ സന്തോഷത്തേക്കല്ലേ നമ്മൾ പ്രയോറിറ്റി കൊടുക്കേണ്ടേ. അതുകൊണ്ട് തന്നെ അവർ ഉഷാറായി വരട്ടെ. അങ്ങനെ അവൾ ഇറങ്ങിയതിന് ശേഷം എന്താണ് ഫോട്ടോ ഇതൊക്കെ എടുക്കാണ്ട്. പക്ഷേ അവൾക്ക് ഭയങ്കര സങ്കടം ഉണ്ട് കേട്ടോ. സങ്കടമല്ല, പേടി ഉണ്ടായിരുന്നു കേട്ടോ. സങ്കടമുണ്ട്, വിട്ടു പോകുന്ന സങ്കടവും പേടി. ഇത് കേട്ടോ അവളെ കൂടെ പോകുന്ന ആളെ ഓരോ ഫാമിലി. അപ്പോൾ അവരെ അനിയനെ അറിയുന്നതായിരുന്നു. അവളെ ഹസ്ബൻഡിൻ്റെ ഫ്രണ്ടിൻ്റെ വൈഫായിട്ട് പോകുന്നത്. ഇത് പിന്നെ അവൾ പോകുന്നതിൻ്റെ കുറച്ച് നിമിഷങ്ങളാണ്. ഇതൊക്കെ പറഞ്ഞറിയിക്കാൻ വയ്യാത്തായിരുന്നു കേട്ടോ. അങ്ങനെ ഈ ഒരു ഫ്രണ്ടാണ് കേട്ടോ അവളെ കൂടെ പോകുന്നത്. അവൾക്ക് ഭയങ്കര സങ്കടം, ഞങ്ങൾക്ക് സങ്കടം ഉണ്ട് കേട്ടോ. കാരണം നമ്മളടുത്തു നിന്ന് പെട്ടെന്ന് പോവാന്ന് പറയുമ്പോഴുള്ളൊരു പക്ഷേ സന്തോഷമാണ് അവൻ്റെ കൂടെ. ഇത് കണ്ട അവൾ കരയുമ്പോൾ എന്താണ് അവളങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. ഈ ഒരു ഇക്ക സോറി കേട്ടോ, ഇക്കയാണോ ചേട്ടനാണോ എന്ന് അറിയില്ല. അപ്പോൾ കുഴപ്പമില്ല കേട്ടോ, നല്ല അങ്ങനെ അവൾ പോവാണ് ഗായ്സ്. ഈ ഒരു ഡോറ് കഴിഞ്ഞാലുണ്ടല്ലോ അവരും നമ്മളുമായിട്ടുള്ള ആ ഒരു ചരട് അങ്ങോട്ട് പൊട്ടിപ്പോകുന്ന പോലെ തോന്നും കേട്ടോ. ഭയങ്കര സങ്കടം ഉണ്ടായിരുന്നു അവൾക്കും ഞങ്ങൾക്കൊക്കെ. അങ്ങനെ ഞങ്ങൾ അവിടെ കുറച്ച് സമയമൊക്കെ ചുറ്റിക്കറങ്ങി നിൽക്കുകയായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ എപ്പോഴും കരുതും ഈ എയർപോർട്ട് എന്താ ഇറങ്ങാത്തത്, എപ്പോഴും ലൈറ്റും ഇട്ട് വെച്ച് ആൾക്കാരും ആരവും ഒക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നതാണ് കേട്ടോ കാണുന്നത്. രാവിലെയും ഒക്കെ ആയിട്ട് എപ്പോഴും ഓപ്പണിംഗ് ആണല്ലോ. അങ്ങനെ ഞങ്ങളിത് അവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ആരെങ്കിലും വരുന്നുണ്ടോ നോക്കാനും വേണ്ടിയിട്ട്. ആരും വരുന്നില്ല. കാരണം ഞങ്ങൾ അവിടുന്ന് ഗൾഫിൽ നിന്നൊക്കെ വരുന്നവരെ വെയിറ്റ് ചെയ്യുന്ന അവിടെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ആരെയും ഒന്നുമല്ല കേട്ടോ, വെറുതെ ജസ്റ്റ് ഒന്ന് അവിടെ കുറച്ച് സമയം നിൽക്കുകയെന്ന് പറഞ്ഞിട്ട് ഏതായാലും പോയതല്ലേ, അപ്പോൾ അവിടെയൊക്കെ കുറച്ച് സമയം ഇങ്ങനെ സ്പെൻഡ് ചെയ്തെന്ന് കേട്ടോ. പിന്നെ പറഞ്ഞാൽ അവൾക്ക് ഫ്ലൈറ്റ് വരുന്നത് 10:45 പിന്നെ നമ്മളിവിടെ നിന്നിട്ട് കാര്യമില്ലല്ലോ, അവരെ ബോർഡിംഗ് പാസ് അതൊക്കെ അവൾക്ക് കിട്ടിയിട്ട് അവിടെയുള്ള കാര്യങ്ങൾ. പിന്നെ അവളൊരു ഫ്രണ്ടിന് എന്തോ കുറഞ്ഞൊരു
ഇതുണ്ടായിരുന്നു പറഞ്ഞു. അപ്പോൾ അതൊക്കെ അവർ ഡീൽ ചെയ്ത് പിന്നെ അവർക്ക് ഏതോ ഒരു ഫ്രണ്ടിനെ കിട്ടിയിട്ടുണ്ട്. അവർക്ക് ഒമാനല്ല സോറി എവിടേക്കോ പോകുന്നൊരു ഫ്രണ്ടിനെ കിട്ടിയിട്ടുണ്ട് പറഞ്ഞു. അങ്ങനെ എന്താണ് ഞങ്ങൾ അവിടെ നിന്നൊക്കെ ഇറങ്ങി മഴയത്ത് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എവിടെ വണ്ടി നിർത്തിയിട്ടുള്ളതെന്നൊന്നും അറിയില്ല. ഫോണിലൂടെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ ആ ദിശ നോക്കി ഇങ്ങനെ നടന്നുകൊണ്ടും ഇരിക്കട്ടെ ഞങ്ങളങ്ങനെ. പിന്നെ അതിന് ശേഷം വണ്ടി കണ്ടെത്തി ഞങ്ങൾ അതിൽ കയറി വീട്ടിലോട്ട് തിരിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ഹസ്ബൻഡ് ഓഫീസ് വിട്ട് വന്ന നേരം കാരണം അവൾക്ക് ലേറ്റ് ആവണ്ടെന്ന് കരുതിയിട്ടേ ചായ ഒന്നും കുടിക്കാൻ നിന്നിട്ടില്ല. ഇനി വന്നിട്ട് കുടിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ എന്താണ് ഞങ്ങൾ തിരിച്ചു പോയപ്പോൾ ഞങ്ങൾക്ക് നല്ലൊരു വിഷമം ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ ഇതാ അവൾ ഫ്ലൈറ്റ് കയറുന്നതിൻ്റെ കുറച്ച് ഒരു വീഡിയോ ഇട്ടതാണ്. ഇത് അവിടെ എത്തി അവളെ ഹസ്ബൻഡ് അവളെ കൊണ്ടുവന്നൊക്കെ ഇങ്ങനെ ചുമന്ന് കൊണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് പിന്നെ അവൾ റൂമിലെത്തിയിട്ടുള്ള കാഴ്ചയായിരുന്നു കേട്ടോ. എല്ലാം അലങ്കോലമായി കിടക്കുന്ന അതൊക്കെ ക്ലീനാക്കി വെക്കണം. ഇത് പിന്നെ ഫുഡ് കഴിക്കുകയാണ്. അവൾ വീട്ടിൽ നിന്ന് തന്നെ ഒന്നും കഴിച്ചിട്ടില്ലായിരുന്നു. ടെൻഷനും കാര്യമൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ അങ്ങനെ അവർ ചെന്ന പാടെ തന്നെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വീഡിയോ ഇത്ര